നമസ്കാരം. നമുക്ക് ജീവിതം ശരിക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ നിമിഷവും ജീവിക്കാൻ കഴിയണം. ഓരോ നിമിഷവും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും അറിയുക എന്നതാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണതയാണ്. ദ ഫാദർ ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന് അറിയപ്പെടുന്ന വിയറ്റ്നമീസ് ബുദ്ധിസ്റ്റ് മങ്ക് ആയ തിക് നാട്ട് ഹാൻ പറഞ്ഞിട്ടുണ്ട്, മെനി പീപ്പിൾ ആർ അലൈവ് ബട്ട് ഡോണ്ട് ടച്ച് ദ മിറക്കിൾ ഓഫ് ബീയിങ് അലൈവ് എന്ന്. ഇതിൻ്റെ അർത്ഥം പല ആളുകളും ജീവിക്കുന്നുണ്ടെങ്കിലും ജീവിതമാകുന്ന അത്ഭുതത്തെ അവർ തൊട്ടറിയുന്നില്ല. ബുദ്ധിസം വെസ്റ്റേൺ വേൾഡിലേക്ക് എത്തിക്കാൻ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് തിക് നാട്ട് ഹാൻ. മൈൻഡ്ഫുൾനെസ്സിന് പ്രത്യേകമായ ഒരു രൂപവും അദ്ദേഹം കൊടുത്തു. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മൈൻഡ്ഫുൾനെസ് is a process wherein you are consciously aware of what you are thinking, feeling and sensing in the present moment without interpretation or judgment. തൻ്റെ ഉള്ളിലുള്ള ചിന്തകളെയും വികാരങ്ങളെയും മുൻവിധികളില്ലാതെ ഒട്ടും വിശദീകരിക്കാതെ വർത്തമാനകാലത്തിൽ, അതായത് ഈ നിമിഷത്തിൽ ബോധപൂർവം ശ്രദ്ധിക്കുന്ന പ്രക്രിയയ്ക്കാണ് മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ നായയോടൊപ്പം നടക്കുകയാണ്. ആ നായ കാണുന്നത് മുമ്പിലുള്ള ദൃശ്യം മാത്രമാണ്. ആ സൂര്യനും മരങ്ങളും എല്ലാം കാണുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഈ വ്യക്തിയുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഫുള്ളാണ്. എന്നാൽ ഈ നായയോ, ഇറ്റ് ഈസ് മൈൻഡ്ഫുൾ. അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് ഏത് സമയവും ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ അനുഭവത്തിന് കോട്ടം വരുത്തുന്ന രീതിയിലാണ് മനസ്സ് കയറി ഇടപെടുന്നത്. ഇതിനെക്കുറിച്ച് ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം എഴുതിയ എക്കാർട്ട് ടോളെ പറഞ്ഞിട്ടുണ്ട്, തിങ്കിങ് വിതൗട്ട് അവെയർനെസ് ഇസ് ദ മെയിൻ ഡിലമ്മ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മസങ്കടം എന്ന് പറയുന്നത് ബോധമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. തിങ്കിങ് വിതൗട്ട് അവെയർനെസ്, ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഡിലമ്മ. അപ്പോൾ ഇവിടെ ബോധമാണ് വേണ്ടത്, ശ്രദ്ധയാണ് വേണ്ടത്. ശ്രദ്ധിക്കുക എന്നത് നമുക്കെല്ലാവർക്കും സ്വതസിദ്ധമായുള്ളൊരു കഴിവാണ്. ശ്രദ്ധിക്കാതെ പോകുന്നത് കാരണമാണ് ശ്രദ്ധിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ ഓർമ്മ വരുന്ന സമയങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം എന്ന തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. അവിടെ നിന്ന് നമുക്ക് മൈൻഡ്ഫുൾനെസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇത് നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പലതും കയറി വരും. അത് വറീസ് ആയിട്ട് മാറും. ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, വറിയിങ് ഇസ് ലൈക്ക് എ റോക്കിംഗ് ചെയർ, ഇറ്റ് ഗിവ്സ് യു സംതിങ് ടു ഡു ബട്ട് ഡസൻറ്റ് ഗെറ്റ് യു എനിവെയർ. വേവലാതിപ്പെടുക എന്നത് ഒരു ആടുന്ന കസേരയെ പോലെയാണ്. നമ്മൾ ഏത് സമയവും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ നമ്മെ അതെവിടേക്കും എത്തിക്കുന്നില്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളിൽ ചില മാറ്റങ്ങളെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്? കൂടുതൽ സമയവും ഫ്യൂച്ചർ, ഭാവിയിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കുമോ എന്ന സംശയം തോന്നുന്ന രീതിയിലുള്ള ചിന്തകളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. വിച്ച് മീൻസ് പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഈ നൗ എന്ന് പറയുന്ന പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് മൈൻഡ്ഫുൾനെസ്. ആധുനിക മൈൻഡ്ഫുൾനെസ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, ദ ഫാദർ ഓഫ് മോഡേൺ മൈൻഡ്ഫുൾനെസ് എന്ന് അറിയപ്പെടുന്ന ജോൺ കബാറ്റ്സൺ പറഞ്ഞിട്ടുണ്ട്, യു കാൺ സ്റ്റോപ്പ് ദ വേവ്സ് ബട്ട് യു ക്യാൻ ലേൺ ടു സ്വിം. തിരമാലകൾ നിങ്ങൾക്ക് നിർത്താനാകില്ല, പക്ഷേ നിങ്ങൾക്ക് നീന്താൻ പഠിക്കാൻ കഴിയും. ജോൺ കബാറ്റ്സൺ ഒരു മോളിക്കുലർ ബയോളജിസ്റ്റാണ്. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MITയിൽ നിന്നും മോളിക്കുലർ ബയോളജിയിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട്. മസാച്യുസെറ്റ്സ് മെഡിക്കൽ സ്കൂളിൽ മെഡിസിൻ്റെ പ്രൊഫസറും കൂടിയാണ് അദ്ദേഹം. തിക് നാട്ട് ഹാൻ്റെ സ്റ്റുഡൻ്റായ അദ്ദേഹം മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ MBSR എന്ന കോൺസെപ്റ്റിന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ്. അദ്ദേഹം മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുന്നത്, ദി അവെയർനെസ് ദറ്റ് അറൈസസ് ഫ്രം പേയിങ് അറ്റൻഷൻ ഓൺ പേർപ്പസ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് നോൺ ജഡ്ജ്മെൻ്റലി. മുൻവിധികളില്ലാതെ ഈ ഒരു നിമിഷത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിൽ നിന്നും ജനിക്കുന്ന അവബോധമാണ് മൈൻഡ്ഫുൾനെസ്. തിക് നാട്ട് ഹാൻ പറഞ്ഞത്, വാക്ക് ആസ് ഇഫ് യു ആർ കിസ്സിങ് ദി എർത്ത് വിത്ത് യുവർ ഫീറ്റ് എന്നാണ്. നടക്കുമ്പോൾ പാദം കൊണ്ട് ഭൂമിയെ ചുംബിക്കുകയാണ് എന്ന രീതിയിൽ നടക്കുക. ഇതാണ് ബോധം. അപ്പോൾ ഇവിടെ 3 വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്: അവെയർനെസ്, അറ്റൻഷൻ
ആൻഡ് കോൺസെൻട്രേഷൻ. ഇത് മൂന്നും ഒരുപോലെ തോന്നുമെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അവെയർനെസ് എന്ന് പറഞ്ഞാൽ ബോധമാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ്. ജെ കൃഷ്ണമൂർത്തി പറഞ്ഞിട്ടുണ്ട്, അറ്റൻഷൻ ഇസ് നോട്ട് ദ സെയിം തിങ് ആസ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഇസ് എക്സ്ക്ലൂഷൻ. അറ്റൻഷൻ വിച്ച് ഇസ് ടോട്ടൽ അവെയർനെസ് എക്സ്ക്ലൂഡ്സ് നത്തിങ് എന്ന്. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലതിനെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. ഇവിടെ ഈ ഒരു കണ്ടെയ്നറിൽ കുറേ സാധനങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. ഇത് നമ്മളുടെ ഒരു ഫീൽഡ് ഓഫ് അവെയർനെസ് ആണ്. നമുക്ക് എല്ലാത്തിനെയും കാണാൻ കഴിയുന്നു. ദിസ് ഈസ് അവെയർനെസ്. ഒരു പാസീവായിട്ടുള്ളൊരു അപ്രോച്ചാണ്, പക്ഷേ നമ്മളെല്ലാം അറിയുന്നു. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീൽഡ് ഓഫ് അവെയർനെസ്സിലുള്ള സാധനങ്ങൾ ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കുറേ കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു പദാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ സമയം അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരവസ്ഥയാണ്. മൈൻഡ്ഫുൾനെസ് സിംപ്ലി മീൻസ് നോട്ടിസിങ് ഓൾ ദറ്റ് അറൈസസ് ഇൻ യുവർ ഫീൽഡ് ഓഫ് അവെയർനെസ്. ഒന്നിനെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല, എല്ലാം നമ്മൾ അറിയുന്നു. അതാണ് മൈൻഡ്ഫുൾനെസ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തിവരുന്ന പഠനങ്ങൾ കാണിക്കുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതുപോലുള്ള രോഗങ്ങൾക്ക് പോലും മരുന്നിനോടൊപ്പം ഗുണകരമായി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് മൈൻഡ്ഫുൾനെസ്. ബാംഗ്ലൂരിലുള്ള നിംഹാൻസിലും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. അമേരിക്കൻ മൈൻഡ്ഫുൾനെസ് റിസർച്ച് അസോസിയേഷൻ പബ്ലിഷ് ചെയ്യുന്ന ജേണൽ ആർട്ടിക്കിൾസിൻ്റെ എണ്ണം പരിശോധിച്ചാൽ മനസ്സിലാകും എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു വിഷയത്തിന് എന്ന്. മൈൻഡ്ഫുൾനെസ് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കുറേ ഏറെ ഗുണങ്ങൾ അനുഭവപ്പെടും. അനാവശ്യമായ ചിന്തകൾ ഒഴിവാകും. ഓവർ തിങ്കിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. മൂഡ് സ്വിങ്സ് ഒഴിവായി കിട്ടും. ഏകാഗ്രത വർദ്ധിക്കും. ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. സുഖമായി കിടന്നുറങ്ങാൻ കഴിയും. പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. ഓവറോൾ ലൈഫിൻ്റെ ക്വാളിറ്റി തന്നെ ഇംപ്രൂവ് ചെയ്യും എന്നതാണ് സത്യം. മലയാളികൾക്ക് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അലഞ്ഞു തിരിയാത്ത മനസ്സ്. മൈൻഡ്ഫുൾനെസ്സിന് ഒരു ആമുഖം. ഡോക്ടർ എസ് കൃഷ്ണൻ, ലക്ഷ്മി കെ ഇവർ എഴുതിയ പുസ്തകമാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറാണ് ഡോക്ടർ എസ് കൃഷ്ണൻ. വായിച്ച സമയത്ത് നന്നായി തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓൺലൈനിൽ ലഭ്യമാണ് എന്നും കണ്ടു. മൈൻഡ്ഫുൾനെസ് യഥാർത്ഥമായി പ്രാക്ടീസ് ചെയ്യുന്നവർ ജീവിതത്തിലേക്ക് അത് പകർത്തുകയാണ് ചെയ്യുന്നത്. സീ മൈൻഡ്ഫുൾനെസ് ആസ് എ വേ ഓഫ് ലൈഫ്. ലിവിങ് മൈൻഡ്ഫുള്ളി എന്ന് പറയും. മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രുചി പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് കഴിക്കുക. മിറക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന പുസ്തകത്തിൽ തിക് നാട്ട് ഹാൻ പറയുന്നു, വൈൽ വാഷിംഗ് ദ ഡിഷസ് വൺ ഷുഡ് ഓൺലി ബി വാഷിംഗ് ദ ഡിഷസ്. പാത്രം കഴുകുന്ന സമയത്ത് പാത്രം കഴുകുക മാത്രമാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്ന സമയത്ത് മറ്റു പല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വന്നാൽ മൈൻഡ്ഫുൾ വാഷിംഗ് ഓഫ് ഡിഷസ് അല്ല. മൈൻഡ്ഫുൾനെസ് ജീവിതത്തിലേക്ക് പകർത്തണമെന്നുണ്ടെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങണം. പലതരം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് ഉണ്ട്. താങ്കൾക്ക് ഗൈഡഡ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചോളൂ. അടുത്തത് അത് ചെയ്തേക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.